രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും പി കെ ഫിറോസും സഞ്ചരിക്കുന്ന വാഹനം മാത്രം തെരഞ്ഞെടുപ്പ് സ്ക്വാഡ് പരിശോധിക്കാൻ പാടില്ല എന്ന നിലയ്ക്ക് അങ്ങനെ പ്രത്യേക പരിരക്ഷയൊന്നും ഇല്ല എന്നത് യാഥാർത്ഥ്യമാണ്. അതിനെ അങ്ങനെ അംഗീകരിക്കാൻ കഴിയാത്ത എന്ത് സാഹചര്യമാണ് ഈ നേതാക്കൾക്കുള്ളത്? മാത്രമല്ല മതസാമുദായിക വിഷയങ്ങളടക്കം പലതും കെ.സി. വേണുഗോപാലിന്റെ പ്രസ്താവന അടക്കം പലതും കോൺഗ്രസിനെതിരായി ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യത്തെ മറച്ചുവെക്കാനുള്ള രാഷ്ട്രീയ നാടകമാണ് എന്നുള്ളതാണ് കോൺഗ്രസിന്റെ LDFിന്റെ സ്ഥാനാർത്ഥി അടക്കം ആരോപിക്കുന്നത്. അപ്പോൾ ഇതൊരു വളരെ അധികം മാനിപ്പുലേറ്റ് ചെയ്തൊരു സ്റ്റോറി, ഒരു നാടകം എന്ന നിലയ്ക്ക് മാത്രം കണ്ടാൽ മതിയോ? അതോ എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് സ്ക്വാഡ് പരിശോധിക്കാൻ വരുമ്പോൾ ഞങ്ങൾ ഇരയാക്കപ്പെടുന്നു എന്നുള്ളതും മാത്രമല്ല ഉദ്യോഗസ്ഥരെ ആ നിലയ്ക്ക് ഭീഷണിപ്പെടുത്തുന്ന പ്രതികരണവും ഉണ്ടാകുന്നത്? നോക്കൂ മാധു, അങ്ങനെ ഒരു വ്യാഖ്യാനം നൽകാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതായത് എന്താണ് ഇവരുടെ പെട്ട് പരിശോധിക്കാൻ മാത്രം എന്താ ഇത്ര പ്രശ്നം എന്നുള്ള രീതിയിൽ അത് വ്യാഖ്യാനിച്ച് കൊണ്ടുവരുന്നുണ്ട്. അവിടെ എന്താ സംഭവിച്ചതെന്നുള്ള ജിൻഡോ ജോൺ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. നമ്മളത് കണ്ടതാണ്, ലൈവായിട്ട് രാത്രിയിലുള്ളത് നിങ്ങളൊക്കെ കാണിച്ചതാണ്. പെട്ടി പരിശോധിക്കുന്നതല്ല പ്രശ്നം. കാറ് തറഞ്ഞു നിർത്തി ഇവരെ രണ്ടുപേരും ഇവരെ പരിശോധിക്കണമെന്ന് പറഞ്ഞു. ഇവർ പരിശോധിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പരിശോധിക്കാൻ പറഞ്ഞപ്പോൾ പെട്ടി കണ്ടു, പിന്നെ പൊക്കോളി എന്ന് പറഞ്ഞപ്പോൾ തങ്ങളെ അപമാനിക്കാൻ ശ്രമിച്ചതായിട്ട് അവർക്ക് തോന്നി. ഇത് CPM വളരെ തന്മയത്വത്തോടെ കൈകാര്യം ചെയ്തു. അതിൻ്റെ കാരണം അത് മനസ്സിലാക്കി കാണും. കാരണം നീലപ്പെട്ടി പൊക്കി കൊണ്ടുവന്ന് അവിടെ CPMനുള്ളിൽ തന്നെ പാലക്കാട് പ്രശ്നമുണ്ടായി. എൻ്റെ കൃഷ്ണദാസിൻ്റെ പേരൊക്കെ എടുത്ത് വിമർശിച്ചൊക്കെ അറിയാമല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം വന്നപ്പോൾ CPM തന്നെ ഇന്ന് അത് വളരെ പക്വതയോടെ കൈകാര്യം ചെയ്യുന്നത് നമ്മൾ കണ്ടു. ഗോവിന്ദ മാഷ് തോന്നിയാസം എന്ന് പറഞ്ഞപ്പോഴേ അവരുടെ LDFിൻ്റെ മുൻ കൺവീനറായിരുന്ന CPMൻ്റെ മുൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പോളിറ്റ് ബ്യൂറോ മെമ്പർ വിജയരാഘവൻ എന്താ പറഞ്ഞതെന്ന് അറിയാമോ? അവർ ന്യൂ ജനറേഷനിൽപ്പെട്ട നേതാക്കളാണ്, അവർക്ക് ആവേശം കൂടിക്കാണും, അത്രയേ ഉള്ളൂ, ഗൗരവമായിട്ട് എടുക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സ്ഥാനാർത്ഥി പറഞ്ഞതും ഏതാണ്ട് ആ രീതിയിലാണ്. അതുപോലെ തന്നെ പക്ഷേ ഇതിൻ്റെ വ്യാഖ്യാനം കൊണ്ടുവന്ന് അത് വേറൊരു രീതിയിൽ ഇവർക്കെന്താ പ്രത്യേകത, ഇവർക്കെന്താ കൊമ്പുണ്ടോ എന്ന രീതിയിലേക്ക് കൊണ്ടുവരികയാണ്. ഇതിൽ പ്രശ്നം എന്താ വെച്ചാൽ അവിടെ മാധു ചോദിച്ചൊരു ചോദ്യമുണ്ട്. നിലമ്പൂരിലത്തെ വിഷയം ഇതൊന്നും അല്ല. ഈ പെട്ടി വിവാദം എന്നുള്ള നമുക്കിപ്പോൾ ചർച്ച ചെയ്യാനുള്ള നല്ലൊരു കൗതുകകരമായ വിഷയം മാത്രമാണ്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ഷാഫി പറമ്പിലിനെയും യൂത്ത് ലീഗ് പ്രസിഡന്റ് PK ഫിറോസിനെയും നമ്മുടെ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ് രാഷ്ട്രീയമായി കുറേ കാലമായിട്ട് നോട്ടമിട്ട് തുടങ്ങിയിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെ വീട് വളഞ്ഞ് പിടികൂടിയതും ഷാഫി പച്ചച്ചപ്പോൾ കാഫി സ്ക്രീൻഷോട്ട് കൊണ്ടുവന്നതും ഫിറോസിനെ കുറച്ചു കാലം പിടിച്ച് ജയിലിലിട്ടൊക്കെ നമുക്കറിയാമല്ലോ. അപ്പോൾ ഈ 3 പേരെ ഒരു വലിയൊരു മലബാറിൽ UDFിൻ്റെ യുവജന മുന്നേറ്റത്തിന് വലിയ ഒരു പിന്തുണ അവർക്ക് കിട്ടുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രകടമായൊരു ഉദാഹരണം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ കഴിഞ്ഞ വർഷത്തെ വിജയമാണ്. അപ്പോൾ അത് മാത്രമല്ല മലബാറിൽ പൊതുവേ ഈ യുവജനങ്ങൾക്കിടയിൽ ഇവർക്കുള്ള പിന്തുണ ഭയങ്കരമാണ്. അപ്പോൾ എന്താണ് സംഭവിക്കുകയെന്ന് വെച്ചാൽ രാത്രിയിൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും അതുപോലെ ഷാഫി പറമ്പിലും ഫിറോസും സഞ്ചരിച്ച കാർ തടഞ്ഞു നിർത്തിയാണ് വാർത്തയായത്. എന്തുകൊണ്ടാണ് അത് മാത്രം വാർത്തയായത്? അത് നമ്മൾ ആദ്യം ചിന്തിക്കുക. അവിടെ ഒരുപാട് നേതാക്കൾ വന്നല്ലോ. രാത്രിയിൽ ഇവരുടെ പെട്ടി ഇവരുടെ കാറ് പരിശോധിക്കുന്നു. അതിനുശേഷം ഇന്ന് രാവിലെ ചടപടാന്ന് കുറേ MP-മാരുടെ MLA-മാരെ പരിശോധിക്കാതിരിക്കുന്നു. അപ്പോൾ ഒരു മന്ത്രി അതിലേ പോകുന്നു. അപ്പോൾ ആ മന്ത്രിയുടെ കാറ് പരിശോധിക്കുന്നില്ല. അപ്പോൾ എന്താണെന്ന് പത്രലേഖകർ ചോദിച്ചപ്പോൾ പറഞ്ഞത് ആ മന്ത്രിക്ക് തിരക്കുണ്ട്, അതോ അവർക്ക് തിരക്കുണ്ടോ, എന്തൊരു വാക്കാണ് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഇവിടെ സംഭവിക്കുക എന്താണെന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് ഇവർക്കെതിരെ ഇങ്ങനെ നിരന്തരം ആക്ഷേപങ്ങൾ വരുന്നത്? അപ്പോൾ അതിൻ്റെ പ്രതികരണം ഉണ്ടാകുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രതികരണം കുറച്ച് കൂടിപ്പോയി എന്നൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. പക്ഷേ അതിന് വിജയരാഘവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, അവരെ ന്യൂജൻ യൂത്താണ്, അവർക്ക് ആവേശം കൂടും. ജനപ്രതിനിധികൾ സംസാരിക്കുന്നതിനും ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥരോട് സംസാരിക്കുന്നതിനുമൊക്കെ ഒരു മയവും മര്യാദയും മാന്യതയും ഒക്കെ വേണ്ടതാണ്. അല്ലാതെ ഇതിനുള്ള പാരിതോഷികം ഞാൻ തന്നേക്കാം, ഇത് തീരുന്നതല്ലോ എന്ന നിലയ്ക്ക് അതിലേക്ക് നമുക്ക് പിന്നീട് വരാം, 2ാം ഘട്ടത്തിൽ വരാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ നിലയ്ക്കുള്ള ഭീഷണി പ്രയോഗം ജനാധിപത്യത്തിൽ വാഴിക്കാം എന്ന നിലയ്ക്കാണ് ഈ പുതിയ ജനപ്രാതിനിധ്യത്തെ കണ്ടിട്ടുള്ളത് പാലക്കാട് MLA എങ്കിൽ അതിലൊരു തിരുത്തൽ അനിവാര്യമാണ് എന്ന് അദ്ദേഹത്തെ മുതിർന്ന നേതാക്കളെങ്കിലും ബോധ്യപ്പെടുത്തും എന്ന് ഞാൻ വിചാരിക്കുന്നു.